അപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക മൂമെൻറ്റിൽ ഒരു വലിയൊരു തോട്ടം കണ്ട് നിൽക്കുന്നതാണ് എൻ്റെ. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ചുറ്റുമുള്ള വേലിയുടെ അവിടെ ഒരു ഇരുമ്പ് ഡോറ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരുമ്പ് ഡോർ വെച്ചിട്ട് എന്താ വെച്ചാൽ ഈ ഇരുമ്പ് ഡോർ ജോണിച്ചേട്ടൻ തുറന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആർട്ടുകാർക്ക് ഈ സാധനം തിരിച്ച് അവിടെ നിൽക്കാനുള്ള സാധനം അവിടെ അടിച്ചിട്ടില്ല. ഓക്കെ. ഇപ്പോൾ കാറ്റ് കയറണം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഞങ്ങൾ അകത്തോട്ട് കയറുന്ന ഒരു ഡ്രോൺ ഷോട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നുണ്ട്. ഒരു ഡ്രോൺ അങ്ങനെ പുറകിലോട്ട് പോകണം ഒരു 50 മീറ്റർ. അപ്പോൾ ജോണിച്ചേട്ടൻ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം കാറ്റത്ത് അങ്ങോട്ട് പോയി തിരിച്ചും വരും. അപ്പോൾ ജോണിച്ചേട്ടന് ഈ കോമൺ സെൻസ് പറഞ്ഞാൽ ഈ തിരിച്ചു വരുമ്പോൾ ജോണിച്ചേട്ടൻ ആരും കാണാതെ ഒരു തട്ടം കൊടുക്കും. ഒരു തട്ടം കൊടുക്കും, ഈ സാധനം തിരിച്ചും പോകും. അങ്ങനെ മൂന്നാമത് വരുമ്പോഴും ജോണിച്ചേട്ടൻ മാത്രം ഇനിയത് വരുമെന്ന് പറഞ്ഞോടെ പെട്ടെന്ന് എടുത്ത് തീർക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അപ്പം തന്നെ നമ്മൾ പറയല്ലേ ആ ഒരു സെൻസിബിൾ ആയിട്ട് അടുത്തൊരു ഷോട്ട് പോവാതെ അവിടെ അത് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയാതെ ഉള്ള ഒരുപാട് പേര് നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യുന്നില്ല. അതാണ് ആ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ഒരുപാട് തവണ പുള്ളി അസോസിയേറ്റ് ആയിരിക്കുമ്പോഴും ഡയറക്ടർ ആയിരിക്കുമ്പോൾ പുള്ളി ഹാൻഡിൽ ചെയ്ത് പുള്ളിക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങൾ 10ാമത്തെ ഡേക്ക് ഉണ്ടെന്ന് വെച്ചാൽ 2 മണിക്കൂറായിട്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കിട്ടുന്നില്ല. 10ാമത്തെ ഡേക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് പുറകോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആശ്ചര്യം മറ്റേ അഭിമാനം ഒക്കെ വരണം. ജോണിച്ചേട്ടനോടെന്ന് പറഞ്ഞു എല്ലാം വരുമെന്ന് അറിഞ്ഞോടോ, കുറേ നേരം ആയില്ലെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കും. അങ്ങനെ ഞങ്ങൾ അവസാനമായി കഴിഞ്ഞപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞു ആശ്ചര്യ അഭിമാനം എന്ന് വരുന്നില്ല, വേറെ പലതും വരുന്നുണ്ട്. എന്തായി ഞങ്ങൾ അവിടെ നിന്ന്